ആ ഞവഞ്ഞ് കിട്ടിയില്ലേ? അനക്ക് മീൻ കിട്ടിയോ? ഇന്നലത്തെ ക്ഷീണം കൊണ്ട് അലറാൻ വെക്കാനൊന്നും അവന് വെച്ചിട്ടില്ല. ഏത് അത് മാണ്ട വെക്കോ? വെറുതെ നാസാക്കല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ സ്വാഗതമുണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് നേരം വൈകിട്ടാണ് ഞാൻ ഇറങ്ങണില്ല മിക്കവാറും ഇന്ന് പല പരിപാടികളായിട്ട് തിരക്കാണ്. അപ്പോൾ നാട്ടിലവിടെ പാടത്ത് എന്താ പറയുക, പാടം പൂട്ടുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞോണ്ട് എനിക്കാണ് ആര്യ. അപ്പോൾ ഓളെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ കുക്കുണ്ട് ഇവിടെ, ഒന്ന് ലീവ് എടുത്തൊക്കെയാണ്, പോയിട്ടില്ല. ഓണ്ടെങ്കിൽ ഓണ്ട കോട്ട് എടുക്കുക. മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറി പെയ്യുന്നുണ്ട്. കോട്ടൊക്കെ എവിടെയാവും. എന്തായാലും ഇന്നത്തെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്താ അറിയില്ല, എന്തായാലും ഉണ്ടെന്നാണെങ്കിൽ അവിടെ പോയിട്ട് മീൻപിടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റും കേട്ടോ. പരിപാടി വേറെ അലക്കോ ഒരു നൊസ്റ്റാൾജി ഫീല് കിട്ടും. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് വെക്കും. ഞാൻ പോയിട്ടില്ല, അവിടെ എന്താ അവസ്ഥ അറിയില്ലേക്ക്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, വാ ഫോട്ടോ എടുക്കും. ഇജി ഇപ്പോൾ പോരില്ലല്ലോ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. എൻ്റെ ഫോണാണ് ഞാൻ അടുത്ത്. ഇത് എൻ്റെ ഫോണാണത്. 5 മണിക്കൊക്കെ നീച്ചണം പറഞ്ഞ അതായത് അലാറം വെച്ചില്ല, നേരത്തെ എണീറ്റില്ല എന്നുള്ളതാണ്. ഞാൻ അവളൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊണ്ടിട്ട്. ഇപ്പം മഴ ഇല്ലാത്ത ഗ്യാപ്പാണ്, കണ്ടോ, നല്ല വെയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ വേഗം പോയിട്ട് വന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിൻ്റെ ഒരു തോണ എവിടെ നോക്കി ജിന്നോടെ ചോദിക്കണേ, ഞാൻ കണ്ടില്ലേ. നല്ല മഴ പെയ്തതിന് ശേഷം നല്ല രീതിയിൽ വെയിൽ വെച്ചേക്കുവാണ്. മീനൊക്കെ കിട്ടാൻ നല്ല സാധ്യത ഉണ്ട്. കുട്ടികളൊക്കെ പാടത്ത് കൂടെ നടക്കണം. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിക്കണാവോ. അങ്ങാടിക്കാണോ? അങ്ങാടിക്കല്ല, ഇവിടെ ഒത്തിരി പേര് നോക്കിയിട്ടുണ്ട് പാടം പൂട്ടണ കാണാൻ വേണ്ടിയിട്ട്. പാടം പൂത്ത കാലം. എന്താണ് മീൻ ഉണ്ടായില്? എന്ത് മീന്? ആകെ ചേറായിക്കണല്ലേ ചേ? കോട്ടിയും പേരല്ലോ കാണൂലല്ലേ, ആകെ ചെളിയാണല്ലേ. അപ്പോൾ ഇന്ന് പൊരിക്കോ? ഇറങ്ങി എനിക്ക് പാടം പൂട്ടണ കണ്ടേ. അതാണ് പാടം പൂട്ടണ കണ്ടോ. താട്ടന്മാരവിടെ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പൂട്ടിപ്പോയി പാടം. ഇതെന്തിനെങ്ങനെ കാട്ടണം അറിയോ? അങ്ങോട്ട് കരുവക്ക് അരു റോഡിൻ്റെ ഇതെന്തിനെങ്ങനെ ചെയ്യണം അറിയോ? ഈ പാടത്ത് കുറേ പുല്ലല്ലേ നമ്മൾ കണ്ടത്. അവിടെയൊക്കെ പുല്ലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചെളിയാവും, അതുകൊണ്ടാണ് പോവാത്തത്. അപ്പോൾ ഇനി അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൂട്ടണത്. മനസ്സിലായോ? അജുവിൻ്റെ അടുത്ത് ഉണ്ടാകാത്ത വണ്ടി. അജു അറിയണ അളിയൻ്റെ കുട്ടിയിട്ടാ. അപ്പോൾ ഓളേ പാടം പൂട്ടണ കണ്ടിട്ടില്ല പോലോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നു. എവിടെ? ഫുള്ള് ചെളി തോട്ട് ചാടി നടക്കല്ലേ നിങ്ങൾക്ക് പണി. എന്താ വിഗണൊക്കെ ഉണ്ട്. എന്താ പറയാ, ആരെ കയ്യിലാണ് ആ മീന്? ഒരു ചെറിയൊരു മീൻ കിട്ടിയിരിക്കണ പറഞ്ഞു അവർക്ക്. എവിടെ മീന്? അബിൻ്റെ കയ്യിലോ? അട്ടക്ക കിട്ടിയോ? പോയോ? ഒക്കെ പൂട്ടണോട് കിട്ടിയതാ? അബിന്റെ ഒക്കെ കോലം അടിച്ച് പൊളിക്കല്ലേ അബിയ. ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. എൻ്റെ കയ്യുമ്മ തൂങ്ങി നടക്കുന്നുണ്ട്. ഇതിലിഞ്ഞ് വരമ്പും കൂടെയാണ്. മുന്നേക്ക് ഇജ്ജ് നടക്കേ, അങ്ങ് നടന്നോ, ആ വരമ്പും കൂടെ അങ്ങ് നടന്നോ. പോട്ടെ. ഓളിങ്ങനെ പാടത്തേക്കൊന്നും വല്ലാതെ അങ്ങോട്ട് ഇറങ്ങലില്ല ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഒന്ന് ഇറക്കി നോക്കുക. അതിലൊക്കെ വല്ല ചളിയിലൊക്കെ ചവിട്ടട്ടെ, ചളിയൊക്കെ ആകട്ടെ. അങ്ങനെ തന്നെ. വാ പോട്ടെ അങ്ങോട്ട്. നീ ഇതിലെ പോയിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഇതിലെ പോട്ടെ. അവിടെയാണ്, അവിടേക്ക് എത്തണം നമ്മൾ. എത്ര ദൂരം പോകണം? വേഗം പോട്ടെ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാടങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ പണികളൊക്കെ എടുത്തിട്ടുണ്ട്. വരമ്പൊക്കെ ഒന്ന് കൊത്തിക്കീറി, വരമ്പൊക്കെ ഒന്ന് ടൈറ്റാക്കി ഇട്ടിട്ടുള്ള പരിപാടി. അപ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ചാണകമൊക്കെ വിതറിയതായിട്ടൊക്കെ പറഞ്ഞു ചെക്കന്മാർ. ഞാൻ കണ്ടില്ല.
വീണാലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ വികലൊക്കെ വീകാം കേട്ടോ. ചെളിയാവട്ടെ, കാൽമുടൽ ചെളിയാവട്ടെ. നല്ല ചെളിയാണ്, നടക്കാൻ വേണ്ടിയിട്ട് കഴിയണില്ലാണ്ട. നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാം. അങ്ങോട്ട് പോകുമ്പോൾ ബൈക്കിൽ കൊണ്ടുപോകേണ്ടി വരും, പെട്ടെന്ന് എത്തണില്ല. അപ്പോൾ മക്കൾ പാഞ്ഞ് കളിക്കണുണ്ട്. ഞങ്ങൾ ട്രാക്ടർ കൂട്ടുന്നു, കുട്ടികൾ മീൻ പിടിക്കുന്നു, ഇറങ്ങി നടക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാഴ്ച. നീ ചെരുപ്പൂര് ഇറങ്ങി, പാടത്തേക്ക് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. അങ്ങനെ തന്നെ. ആ കൈ വിട്, എൻ്റെ കൈ വിട്ടോ. വീണാലൊന്നും കുഴപ്പമില്ല, അജ് പോയിട്ട് കുളിച്ചാഞ്ഞ്. ആ പൂന്തുണ്ടോ? പൂന്തി പോകണ്ടോ? ആ കാലൊക്കെ കണ്ട ഫുള്ള് ചേറായിട്ടുണ്ട്. ചേറ്റിക്കൂടെയുള്ള ചേറ്റ് നടത്താം. പാടൊക്കെ ഇതിലൊക്കെ നന്നായിട്ട് ഇത് മറച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും കണ്ടങ്ങൾ ഇനിയും ചെയ്യാനാണ് കേട്ടോ. ഇത് ശരിക്ക് ചാമ എന്ന് പറയുന്ന സാധനമുണ്ട് ഇതിൽ. ഉണ്ടോ? ഇത് ചാമ എന്ന് പറയും ഞങ്ങളുടെ അവിടെ. അതായത് ഇത് ഇങ്ങനെ എന്താ പറയുക, നെൽകൃഷി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊട്ടി മുളക്കുന്നൊരു സംഭവമാണ്. പക്ഷെ ഇത് ഓണത്തിനൊക്കെ നമ്മൾ പൂക്കളിടുന്നതിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ആ ഞവഞ്ഞ് കിട്ടിയില്ലേ? അനക്ക് മീൻ കിട്ടിയോ? അങ്ങോട്ടെ എന്താ പാരലോ? ഇതാണ് ട്രാക്ടർ കേട്ടോ. ട്രാക്ടർ എന്താ പറയുക? ട്രാക്ടർ വരുന്നുണ്ട്. ഇതിലെങ്ങനെ വരും? പായണ്ട വാ അല്ലേ? രസമായി ആക്കണ. എന്താ ഞവഞ്ഞെടുത്തോളി നിങ്ങളെ, ഞവഞ്ഞ് പൊറുക്കിക്കോളി. വലിയ ഞവഞ്ഞുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കറി വെച്ചൂടെ? ഞവഞ്ഞ് കാട്ടി ഒരു ഞവഞ്ഞ് കാട്ടിക്ക. ഇത് ഞവഞ്ഞിന്ന് പറയുന്നത് നമ്മളിവിടെ കഴിക്കണ സാധനമാണ്. പല നാട്ടിൽ പല പേരാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയണ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ. ഞാൻ മഴ പെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ട് നൈസായിട്ട് ഇവിടുന്ന് കയറാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. അവിടെ തന്നെ നിന്നോ, അങ്ങോട്ട് വരൂല. അവിടെ നിന്നോ. ആ പരലും കുട്ടികൾ. ഓളെ തട്ടല്ല കേട്ടോ. സ്റ്റേർ തെറിപ്പിച്ചില്ലേ ഇത് കൂടെയൊക്കെ? ആ കൊള്ളാം. എത്ര പിള്ളേരാ, ഒരുപാട് പിള്ളേരുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് വരും. എന്നാൽ പിന്നെ ഞാനിവിടുന്ന് നൈസായിട്ട് കയറുവാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണ് നൊസ്റ്റാൾജിയ, നമ്മുടെ പഴയ കാല ഓർമ്മ. പിന്നെ മീൻ കിട്ടിയോ? ആ കുട്ടികളാണ്, മീനിൻ്റെ കുട്ടികളാണുള്ളത്. പിന്നെ അവർ സർവൈവ് ചെയ്യില്ല ഈ വെള്ളത്തിൽ. ഇനിയിപ്പോൾ കൃഷിയൊക്കെ ഇറക്കുകയാണ്. ഇനിയിപ്പോൾ അല്ലാതെ പാർട്ടിക്ക് വെള്ളമൊന്നും കയറില്ല. ഈ മീനൊന്നും സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ ഈ കാണുന്ന കഴുകുന്തോട്ടത്തിലും അതുപോലെ തന്നെ തെങ്ങന്തോപ്പിലൊക്കെ ചാലുകളുണ്ട്. അതിലുള്ളതേ കയറുള്ളൂ. തെറിപ്പിച്ചു എൻ്റെ മേത്തിലൊക്കെ തെറിപ്പിച്ചു. അല്ലേ? എന്നാ പോവാ പോലെ. മഴ പെയ്യുന്നുണ്ട്, ഞങ്ങൾ പോവാന്ന് ഓട്ടോട്ടാ. നല്ല മഴ പെയ്തു. അന്തലറപ്പോഴും ഞാൻ എടുക്കരുത്. വെല്ലത്തിന് ഇപ്പോഴാണ് വരുന്നത് കേട്ടാ. വെല്ലത്തിന് ഇന്നലെ വലിയ ഡയലോഗ് ചെയ്യുന്നു. നേരത്തെ പോവും. എന്തുകൊണ്ട് ഞങ്ങളെ ഫ്ലെക്സ് ഉണ്ടോ? ഞാനും ആര്യൊക്കെ ഉണ്ടായിരുന്നു. നേരാക്കണ ഉണ്ണിയൊക്കെ ഉണ്ട്. ഏതായാലും പെരും മഴ പെയ്ത് ഞങ്ങളവിടുന്ന് പെട്ടെന്ന് കയറി പോന്നേക്കാണ്. കുട്ടികളൊക്കെ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ ഇട്ട പാടത്ത് തന്നെ ഇട്ടാ. ആരും വിളിച്ച് രാവിലെ നീപ്പിക്ക എന്നാ പോകാൻ പറഞ്ഞ ആര് നീപ്പിക്കണ? നേരം വൈകി അവൻ നീക്കാൻ നേരം വൈകി. അവൻ സ്വസ്ഥമായിട്ട് ഇന്നലെ ഇതുകൊണ്ട് ഉറങ്ങിയത്. എന്താണ് പശുവോ? ഇപ്പപ്പാൻ്റെ പശു. ഇപ്പപ്പാൻ്റെ പശു. നമ്മുടെ അയലൊക്കത്തിനെ ഉള്ളാട്ടോ അവര് പശുക്കളും. അദ്ദേഹമൊക്കെ കൊമ്പ് കുത്തില്ല. കോട്ടിട്ടാ മതിയെന്നു. തലോർത്ത് അങ്ങനെ തന്നെ. ഷാറായി ആകെ നനഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ആകെ നനഞ്ഞു. ചെളി തെറിച്ചു. അതിലൊക്കെ ചെളി തെറിച്ചു. കാലിലൊക്കെ ചെളി നനഞ്ഞു. വീട്ടിൽ പോയിട്ട്
ഒന്നുകൂടി കുക്കുവിനോട് ഞാൻ പറഞ്ഞു ഞാൻ പാലത്തിങ്ങുണ്ട്, ഇതാണ് ഞങ്ങളുടെ പാലം. ഓൻ ഇവിടെ വരെ നടന്നു വന്നാണ്ട് എന്താട്ടി അതിലോട്ട് പോയിട്ട് അവിടെ ഒരു പാലമുണ്ട്, അതുമ്പോൾ പോയി. അവിടെ ഞാൻ പറഞ്ഞു അവിടെ അല്ലേ ആ പാലത്തിങ്കിലാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ഈ പാലത്തിങ്ങാണ്, ഇവിടെ അല്ല ആ പാലത്തിങ്കിലാണ്. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ അല്ല പിന്നെ ഇവിടെ പിന്നെ ഇങ്ങോട്ട് ബാ. അപ്പം അങ്ങനെ പോയിക്കോ, മീൻ പിടിച്ചോ. ഒരു ടൈമിൽ എൻ്റെ പരിപാടിയല്ലേ ഇതൊക്കെ. പോണല്ലേ മീൻ പിടിക്കണല്ലേ. മഴ പോയിട്ടോ, മഴ പോയി. പിള്ളേരൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഓടാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇജ്ജ് എപ്പോഴാണ് പോകണേ? വൈകുന്നേരത്തോ? ഇന്ന് പോകുന്നുണ്ട്. ഞാനെന്തായാലും ഓടാൻ വേണ്ടി പോയാലോ. അല്ല വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഫിഷിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ രസേനി. ഒരു പരിപാടി ഇല്ലാതെ വെക്കുമ്പോഴാണ് രസമില്ലാത്ത. നോക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ പരിപാടി ഓണാക്കാൻ പറ്റുമോ നോക്കാം. വായന കയറ്റിയോ? നമ്മളെ ഗ്യാപ്പ് പോവോ ഒരു ദിവസം ലീവ് എടുത്തതിന്? ഇല്ലല്ലോ. എന്താ വെച്ചാൽ ഇജ്ജ് ചിലപ്പോ ഒന്ന് ലീവ് ആക്കുന്നത്. ഞാനൊന്നും ആ നേരത്തെ നീക്കല്ല. ഇവൻ 6:30 ആകുമ്പോ നീച്ച് ഇന്നലത്തെ ക്ഷീണം കൊണ്ട് അലാറം വെക്കാനൊന്നും അവന് വെച്ചിട്ടില്ല. എന്താണ് എന്തൊക്കെയാണ് അല്ലേ പോലാര്യ. അവളെ വീട്ടിലിറക്കിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അത്രയൊക്കെ മതി. അത് ഞാൻ അവളൊന്ന് കൊണ്ടുപോയി കാണിച്ച് അവളൊന്ന് അവരെ ചേട്ടിലൊക്കെ ഇറക്കാൻ തന്നെ കരുതിയിട്ടുള്ളൂ. പക്ഷെ മീനൊക്കെ പിടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവളെ ഞാൻ അതിനേക്കാൾ ചെളിയാക്കും അവളുടെ മേലിലൂടെയൊക്കെ. ആവും അത് ഓട്ടോമാറ്റിക്കല്ല നടക്കുമ്പോൾ. പിള്ളേരൊക്കെ മേലിലൂടെ കണ്ടില്ലേ, അത് ആ ചെളിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒന്ന് വീക്കും. അതുപോലെ തന്നെ ആ ട്രാക്ടർ വന്ന് ചെളി തെറിക്കും. പിന്നെ മേലിന് അത്യാവശ്യം ചെളി തെറിച്ച്. ഇനിയിപ്പോൾ കുക്കുണ്ട് അവിടെ, അവനെന്താ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോന്നൊക്കെ ചോദിച്ചു നിൽക്കും. എന്താ പരിപാടി? ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഫിഷിങ് പരിപാടിയൊന്നും നടക്കൂല. പിന്നെ ഇപ്പം ഇനി വേറെ ഇതിനാലും ഞൗഞ്ഞ് ഞണ്ടൊക്കെ പിടിക്കണം. ഞൗഞ്ഞ് ഞണ്ട് പിടിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഊർജത്തിലല്ല എന്നുള്ളത്, ഒരു താല്പര്യം വരുന്നില്ല. കണ്ണനും കണ്ണൻ്റെ വൈഫും കുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ കുക്ക് ഇവിടുന്ന് എവിടേക്കലൊക്കെ തെറിച്ചാവോ, തെറിച്ചിക്കണോ കാണാമല്ല അവിടെ. കുറേ ഞണ്ട് പിടിച്ചാലോ ഞൗഞ്ഞ് പിടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ കരുതി. പിന്നെ പാടത്തില്ലേ നമ്മളെ ടീം ആരും ഇല്ല. അത് പിന്നെ വേണ്ട വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആൾക്കാരുടെ ഒരു രസമാണ് അതന്നെ. ഞാൻ തന്നെ അച്ഛൻ തന്നെ ചളിക്കറങ്ങാൻ ചെറിയൊരു ചടപ്പ് ഇപ്പോൾ. അതെ അല്ല അതൊക്കെ പോട്ടെ. എന്താ ഇനിയിപ്പോൾ അടുത്ത യാത്ര ഒക്കെ വരികയാണെങ്കിൽ ഇജ്ജ് ഉണ്ടാവോ? യാത്ര പോവാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയോ? അതാണ്, അതായത് പണിയില്ലാതെ ഞാൻ അതെന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളെ വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്തതുകൊണ്ടാണ്. അല്ലാത്ത പ്രശ്നമൊന്നുമല്ല, മനസ്സിലാവും. ഞാനെന്തായാലും അടുത്ത വർഷം പോകുന്നുണ്ട്. ഓളെ പ്രസവം കഴിഞ്ഞിട്ട്. തമിഴ്നാടല്ല, നമ്മൾ പോവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പം നേപ്പാൾ നമ്മൾ പോയിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ നോർത്ത് ഏരിയ ഒരുപാട് കവർ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കുട്ടീനെ കൊണ്ടുവരണ പോലെ കുക്കുവിന് കല്യാണം കഴിച്ചു. കുക്കുവിന് പറ്റുന്ന കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കുക്കുവിന് ഇപ്പം എത്ര വയസ്സായിട്ടാ? 32 32 വയസ്സായിട്ടുണ്ട്. ജോലി ഹോട്ടലിലാണ്. അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ ഓനക്ക് 4 ആൺമക്കളാണ് ഇല്ലേ. 4 ആൺമക്കളിൽ 2 പേരുടെ കല്യാണം കഴിഞ്ഞിരിക്കണം. കുക്കുവാണ് ഏറ്റവും ചെറുത്. ആരും 3ാമത്തെ ആൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. കുക്കുവിന് നോക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലൊക്കെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലേ. ഓനൊരു കുട്ടി, ഓന് പറ്റുന്ന കുട്ടി അല്ലേ. കുടുംബം ചടപ്പിക്കില്ല, വെറുപ്പിക്കില്ല. എന്തുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ പറയും. അല്ല സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലേ. ഇത് തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ. അപ്പോൾ അതൊന്ന് പറ്റുന്നവരുണ്ടെങ്കിലേ ഒന്ന് സപ്പോർട്ട് ചെയ്യ്. എന്താ പറയുക, പാലക്കാട് എവിടെയായാലും കുഴപ്പമില്ല അല്ലേ. നമ്മൾ വന്ന് എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും യാതൊരു പ്രശ്നമല്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലേ. കുളത്തിന് കുളമുണ്ട്, പഞ്ചായത്ത് കിണറുണ്ട്, റെഡിയാ. വെള്ളം കുളം റോഡ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ബുദ്ധിമുട്ടില്ല അവിടെ. പിന്നെ ഓന് വണ്ടി ഓട്ടം ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇപ്പല്ല ഭാവിയിൽ വരുത്താം അല്ലേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ യാത്രൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാവും പോകും. അപ്പം ഫ്രീ ആണെങ്കിൽ പോകുന്നുള്ളൂ കേട്ടോ.
പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ലീവാക്കിയപ്പോഴത്തേന് തന്നെ വേറെ ബായി കയറിയായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ ലീവ് എടുത്ത് ഓവർ ലീവ് എടുത്താലേ പണിയെ പോകും. അത് ഞാൻ ലീവാക്കിയല്ലോ. ഇത് ചെങ്ങ കടന്നുറങ്ങി ഇന്നലെ ഇപ്പോൾ കടന്ന് 12 മണി 1 മണിയൊക്കെ കടന്നപ്പോൾ അതൊക്കെ ഉണ്ട്. ഇന്നലെ വല്ലാത്ത ചുറ്റൽ പറ്റി. ഞാൻ ഇവർക്ക് എത്തിയ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി. വണ്ടി കിട്ടണ്ടേ? അതെ വണ്ടി കിട്ടണ്ടേ? ശരിയാണ്, ഓക്കെ, എല്ലാം ശരിയാണ്. അതുകൊണ്ടാണ് നേരം വൈകിയത്. പിന്നെ പെരക്കാരും വിളിച്ചില്ല, ഒന്ന് ലീവായി. ഓൻ അതിലൊക്കെ ഇങ്ങനെ ചുറ്റി കറങ്ങിയത് കൊണ്ടാണ് ഓന് നേരത്തെ നീക്കാഞ്ഞത്. എന്താ പറയാ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താ പറയാ. അപ്പൊ അങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് പാലത്തിങ്ങ അല്ലടാ. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ആവും. ഇത് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ നോക്കിയിട്ടുണ്ട്. ഓനാകും ലീവ് കിട്ടിയതാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് കളയാണ്ടല്ലോ എഴുതിയിട്ടാണ് അല്ലേ ചങ്ങന്മാരപ്പേ. ഞങ്ങള് സിനിമക്ക് പോവാന്ന് കരുതി. അഭിയുണ്ട്. അപ്പോൾ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 10 രൂപ കമ്മിയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് ഞങ്ങൾ ഇനി പോകുന്നത് വടവറത്തേക്കാണ്. സിനിമ 2:30ക്കാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:20. 1 മണിക്കൂർ സമയമുള്ളൂ. അതിനുള്ളിൽ ഭക്ഷണം കഴിക്കലും കഴിയണം, വടവറത്തും പോയി വരണം. ഇല്ലെങ്കിൽ ആകെ സീനാണ്. ഇന്ന് വടവറത്ത് പോകേണ്ട ഒരു ആവശ്യം എന്താണെന്ന് അവിടെ എത്തിയിട്ട് പറയാം അല്ലേ. ഞങ്ങൾ വണ്ടൂർ ടൗൺ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല ബ്ലോക്കാണ് ടൗണിൽ. 2:30ക്കാണ് നമ്മൾ തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തണം. ഏത് വണ്ടൂർ ഫെസ്റ്റ് നടന്നത് അതെന്താ അറിയില്ല കൊണ്ടാവാത്തെന്നുള്ളത്. ഇപ്പൊ പൊളിച്ച് കുറേയൊക്കെ കൊണ്ടേക്കണ്. കുറേ കൊണ്ടേക്ക് ചെങ്ങന്മാരെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് വടവറം പിടിച്ചിട്ടുണ്ട്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ കൊക്കയും ചൂണ്ടയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നത് ഒരു ചെറിയൊരു പരിപാടി നടത്തിയിട്ടാണ്. അപ്പൊ അത് മഴ പെയ്ത് കഴിഞ്ഞാൽ സ്വീപ്പാവും. പള്ളി അടിപൊളിയായി. അപ്പൊ ഇവിടുന്ന് റൈറ്റ് പോയാലും നിലമ്പൂര് ഊട്ടിയൊക്കെ പോവാം. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മമ്പാട്, എടവണ്ണ, അങ്ങനെ നേരെ മഞ്ചേരി പോവാം. പിന്നെ ആ ഭാഗത്തേക്ക് എവിടേക്കും പോവാം. നമ്മളുടെ ചൂണ്ടക്കട കുറച്ചും കൂടി ഫ്രണ്ടിലായിട്ടാണ് ചൂണ്ടക്കട ഉള്ളത്. അപ്പൊ എങ്കിൽ നമ്മളിവിടെ റൈറ്റ് എടുക്കുക. റൈറ്റിക്ക് ഇടാം വണ്ടി നിർത്താനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെയാണ് നമ്മളെ ചൂണ്ടക്കട ഉള്ളത്. വലക്കട എന്നൊക്കെ എഴുതിയിട്ട് ഇവിടേക്കാണ് നമ്മൾ വന്നത് കേട്ടാ. ഇതിനകത്തുണ്ടാവും ചൂണ്ടലും ചൂണ്ടലിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും. ഇത് എത്രയുണ്ട്? ഓക്കെ, ഇതിൻ്റെ അളവ് എങ്ങനെ? അത് 6 നമ്പർ അളവ്. അത് ഞാൻ മഞ്ഞിലിന് പറ്റിയ കൊക്കട്ടോ മക്കളോട് ചോദിച്ചത്. അതുണ്ട്. പിന്നെ കടുങ്ങാലിക്ക് പറ്റിയത്, വാളക്ക് പറ്റിയത്, ഓരോന്നിന് പറ്റിയത് ഓരോ സൈസ് കൊക്കയാണ്. ഇത് ചൈന കൊക്കലാവ്. ഇത് വേണ്ട എനിക്ക് ഈ ടൈപ്പ് മതി. ഈ സൈസിലാക്കണേ. ഇതിലൊരു 3 കൊക്ക. പിന്നെ എനിക്ക് ചെറുവാക കുടിക്കാനുള്ള അത് വേണ്ട. അതെനിക്ക് വലിയ മീനാവും. അത്രയും വലിയ മീൻ കിട്ടിയ പണിയാവില്ലേ. അവന്മലാണ് അതിന്റെ സൈസ് കൂടുക. അതായത് വളർത്തും വേണം. വലങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ. ഞാൻ ഇവിടെ നിന്നാണ് മറ്റേ കണ്ണന് വേണ്ടിയിട്ടുള്ള വലൊക്കെ വാങ്ങിയത് കേട്ടോ. എന്നാൽ വടവർത്താണ് ഷോപ്പുള്ളത്. ആ വല ഉണ്ടെന്ന് റോഡിലേക്ക് ഇട്ട് ചെറുവാക്ക് പിടിച്ചല്ലേ. ഇതിനകത്തുണ്ടാവും വലകളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കൊക്ക സെലക്ട് ചെയ്തിട്ട് പോകാൻ നോക്കട്ടെ. ടൈമില്ല. ഏത് അത് വേണ്ട വെക്കുമോ? വെറുതെ നാസാക്കല്ലേ. അതെന്താ വില വെക്കും? റോഡടക്കം അല്ലേ? മൊത്തം സെറ്റ് 2200. വാങ്ങിക്കണം. അത്ര പ്രൊഫഷണൽ അല്ല അപ്പം നമ്മൾ. അപ്പോൾ 190 റുപ്യൻ്റെ സാധനമാണിത്. സാധനം ഈർപ്പുണ്ട്, കൊക്കയുണ്ട്. അമ്മ പെരുമഴ. ഞാൻ കയറി കൊടുക്കുക. ഞങ്ങളുടെ വണ്ടൂരില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് വാങ്ങല്. മുപ്പര് തന്നെ നല്ല സപ്പോർട്ടാണ്. ഇവിടെ പോവാ. സമയം തീരെയല്ല. ഇപ്പോൾ സമയം 1:53. 2:10 വണ്ടൂർ അങ്ങാടി എത്തണം. എന്നാലേ നമുക്ക് ചോറിൻ്റെ നേരെ സിനിമയ്ക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ കേട്ടാ. വടവർന്ന് നിലമ്പൂര് ആ ഒരു ഏരിയ ഒക്കെ നല്ല മഴയാണ് ഈ ഒരു നേരത്തെ പെയ്തത്. നമ്മൾ വരുമ്പോൾ അത്ര വലിയ മഴ ഇല്ലായിരുന്നു. നല്ല തകർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ നമ്മൾ കരുതുന്ന പ്ലാനൊന്നും നടക്കൂല. എന്തൊക്കെയായാലും വലിയ കൊക്ക വാങ്ങിയിട്ടുണ്ടല്ലോ. അതുമ്മ ഞാൻ വലിയ മഞ്ഞയില് അല്ലെങ്കിൽ വലിയ വാള, വലിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ കൊക്ക. അപ്പോൾ
അത് നടക്കും അറിയില്ല. നമ്മൾ ആ ഒരു കൊക്ക ഞാൻ അതുവരെ ഉപയോഗിച്ചില്ല. അത്രയും വലിയ കൊക്കയൊക്കെ നോക്കാം നമുക്ക്. അത്രയും വലിയ കൊക്ക ഇട്ടാൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എങ്ങനെയുണ്ട് പടം? എന്താ പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. അനക്കോ? പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ പടം വേറെ ത്രില്ലിങ്ങില പോയത്, അതായത് ഒരു സംഭവമായിട്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഫൈറ്റാണ് അടിപൊളി. എന്താ പറയാ, എനിക്ക് ഇഷ്ടമായി, പടം ഇഷ്ടമായി. കുഴപ്പമില്ല. വൺ ടൈം വാച്ചാണ്. അല്ല കഥ ഒന്നും വലിയ സംഭവമൊന്നുമില്ല, കഥയൊക്കെ കണക്കാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പം സമയം 5 മണിയായിട്ട് പോവാം. സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ പാടം ഒന്ന് കണ്ടു. പാടത്തിൻ്റെ അവസാന കണ്ടം. ഈ ഒരു സൈഡിൽ മാത്രം നെൽകൃഷി ചെയ്യാറുള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പേര് പാടം പൂട്ടുന്നത് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യാറില്ല നെല്ലൊന്നും. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിള്ളേർ കാര്യം ആരുമില്ല. ഈ സൈഡിൽ മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്. വേറെ കൃഷിയില്ല, ഒഴിവാക്കിയാണ്. അതെ, ഇവിടെ ട്രാക്ടർ പൂട്ടിയിട്ട് ഈ ഒരു ഏരിയ ആക്കണം. ഇപ്പോൾ ഈ പുല്ല് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതും കൂടി പൂട്ടും. പക്ഷേങ്കിൽ ഇവിടെ ഈ ഒരു വെള്ളം വരുന്ന ഈ ഒരു പോർഷനിൽ മാത്രം നെല്ലൊന്നും നടാറില്ല. ഒന്നിലേറെ വെള്ളം വരും, നെല്ല് പോവും എന്ന് കരുതിയിട്ടല്ല പോവാറുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ ഫുള്ള് കല്ല് അങ്ങനെയൊക്കെയാണ്, മണ്ണ് കല്ലൊക്കെയാണ്, ചെളിയില്ല അവിടെ. എന്തായാലും നമ്മുടെ പാടം ഈ ഒരു നേരത്തേക്ക് കൊക്കുകളും മൈനകളൊക്കെ സജീവമായിട്ടുണ്ട്. അവിടെയാണ് കൊക്കളക്കണ ആ ഒരു ഭാഗത്താറും. ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ സമയം 5:30. നമ്മളുണ്ട് രാവിലെ അല്ലേ, ഉച്ചക്കല്ലേ, 12 മണി ആ റേഞ്ചിലാണ്. ആവും, ആണ് ആ റേഞ്ചിലാണ്. 11:30ക്കാണ് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 11 മണി കൂട്ടിക്കോ. ഇജ്ജ് കാണുമ്പോഴേക്ക് 11:30 ആയിട്ടുണ്ടാവും. അതാണ് എനിക്കൊരവസ്ഥ. അപ്പോൾ ട്രാക്ടർ ഇവിടെ തൽക്കാലം നിർത്തിയിട്ട് അദ്ദേഹം വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. പിന്നെ എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ നമ്മൾ തൽക്കാലം വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. ലോക്കോ ഇടയ്ക്കൊക്കെ കുക്കും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരും, അല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. നാളെ ഓനെ നേരത്തെ നീപ്പിച്ച് വിടണം, പണിക്ക് വിടണം. അവൻ പണിക്ക് പോയിക്കോട്ടെ, അതിനല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാവും. അതെ. അപ്പോൾ എന്തായാലും നാളെ എന്നെ നേരത്തെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്നിനോടും പറയാം. എല്ലാവരും കൊണ്ട് വയ്ക്കാം നമുക്ക് ആ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ക്ലോക്ക് ബെല്ലടിക്കലുണ്ട്, അത് അടിക്കണ കേട്ടില്ല ഞാൻ. അത് കേൾക്കാത്തോണ്ട് അടിച്ചിട്ടുണ്ടാവും. നവീന പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഞങ്ങൾ, അല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. കുക്കു പറ്റുന്ന പോലെയൊക്കെ വരും, അല്ലേ. ഓക്കെ, ബൈ.